FCRA ബില്ലിന്മേലുള്ള ആശങ്ക അകറ്റും എന്ന BJP നേതാവ് PS ശ്രീധരൻപിള്ള 24നോട്. FCRA ബിൽ ക്രൈസ്തവർക്ക് എതിരെയല്ല, ക്രിസ്ത്യൻ വോട്ടുകൾ BJPക്ക് കിട്ടാതിരിക്കാൻ ചിലർ കുപ്രചാരണം നടത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ ക്രൈസ്തവ മേലധ്യക്ഷന്മാരുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തുമെന്നും PS ശ്രീധരൻപിള്ള പറഞ്ഞു. കേരളത്തിൽ ഇത്തവണ BJPക്ക് നിരവധി സീറ്റുകൾ ലഭിക്കുമെന്നും PS ശ്രീധരൻപിള്ള പറഞ്ഞു. കേരളം തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ്. പോളിംഗ് ബൂത്തിലേക്ക് ഇനി എത്താൻ ഒരു ദിവസം മാത്രമാണ് ഉള്ളത്. എന്നോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയാണ്. സർ, BJP കേരളത്തിൽ ഇത്തവണ എത്ര സീറ്റ് പ്രതീക്ഷിക്കുന്നു? ഞാൻ സീറ്റുകളെ പറ്റി പ്രവചിക്കാൻ ആളല്ല. ഇപ്പോൾ കേരളത്തിലെ തലസ്ഥാനമായ തിരുവനന്തപുരം, കൊച്ചിയുടെ തലസ്ഥാനമായിരുന്ന തൃപ്പൂണിത്തറ രാജകുടുംബത്തിൻ്റെ ആസ്ഥാനമാണല്ലോ. ആ രണ്ട് നഗരസഭകളും BJP ഭരിക്കുകയല്ലേ. ഇവിടെ 6 സീറ്റോ 7 സീറ്റോ ഉള്ള സ്ഥലത്ത് ഇരട്ടിയായി വർദ്ധിച്ചില്ലേ? അപ്പോൾ ഈ ഒരു മാറ്റം ആരെങ്കിലും പ്രവചിച്ചിരുന്നു? അപ്പോൾ പ്രവചനത്തിന് അതീതമാണിത്. അതുകൊണ്ട് എണ്ണം ഞാൻ പറയുന്നില്ല. ഈ തവണ പൊതുസമൂഹം BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ ആരോപണം വലിയ തലത്തിൽ ചർച്ചയാവുന്നുണ്ട്. അത് പരാജയ ഭീതി കൊണ്ടുള്ളതാണ്. രണ്ട് മുന്നണികളും പരാജയത്തിൻ്റെ ഭീതിയിലാണ്. ഈ പൊതുസമൂഹത്തിൻ്റെ വോട്ട് BJPയിലേക്ക് എത്തും, NDAക്ക് എത്തുമെന്നുള്ള ഒരു ബോധ്യം അവർക്ക് വന്നതുകൊണ്ടാണ്. അത് പെട്ടെന്ന് പൊടുന്നനെയല്ലേ. സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ശക്തമായ ആരോപണവും പ്രചരണവുമായി നടന്ന പ്രതിപക്ഷ നേതാവ് ഒരാഴ്ച മുമ്പാണ് അദ്ദേഹം പെട്ടെന്ന് ഡീല് പറഞ്ഞു, BJP പ്രതിക്കൂട്ടിലാക്കി. എന്തിനു വേണ്ടിയാ? മുസ്ലിങ്ങളുടെ സംഘടിതമായ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ തരം താണ നിലയിൽ പറയാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അത് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം പോലെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലും ഇതിന് മറുപടിയാണ്. ഇതാ കോലീബി സഖ്യം ഞങ്ങൾ UDF ആയിട്ട് സഖ്യമാണ്. ഈ രണ്ടും പച്ചക്കള്ളമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കണ്ടൊരു കാര്യം BJPക്ക് ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമാകുന്ന ഒരുപാട് ക്രൈസ്തവ മേഖലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ BJPക്ക് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ബിഷപ്പുമാരടക്കം ഈ FCRA വിഷയവുമായി ബന്ധപ്പെട്ട ആശങ്കകളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടിയാകുമെന്ന് കരുതുന്നുണ്ടോ? എങ്ങനെ ക്രിസ്ത്യാനികൾക്കെതിരാകുന്ന ഇതെങ്ങനെയാണ്? അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ടോട്ടം കണക്കെടുത്താൽ 12% ഉള്ളൂ രജിസ്റ്റേർഡ് ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന സംഘടനകൾ. അതുമാത്രമല്ല കേരളത്തിൻ്റെ ഷെയർ തന്നെ 10%. അപ്പോൾ ഇത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കൊണ്ടുവന്ന നിയമമാണ്. എന്തിനു വേണ്ടിയാണ് നിയമം ഉണ്ടാക്കിയത്? FCRA ബില്ലിൽ ക്രൈസ്തവ സമൂഹത്തിന് ആശങ്ക വേണ്ട എന്നാണ് BJP നേതാവ് PS ശ്രീധരൻപിള്ള ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.